ലൈവ് ട്യൂഷൻ. ഹലോ മക്കളെ, അഭിനവ്, അമീൻ, അനന്തു വീഡിയോ ഓൺ ചെയ്ത് വന്നടാ. ഹലോ മക്കളെ. ഹലോ അബിൻ, ആനന്ദു, ഹലോ. എന്താണ് അനന്തു വിശേഷങ്ങൾ? സുഖാണോ? സുഖാണോടാ? ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയാ നിങ്ങള്? ആ, ക്രിസ്മസ് എക്സാം അറിയാവോ? ഓർമ്മയുണ്ടാ? പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോടാ നീ അനന്തു? അഭിനവ്, അമീൻ, എന്താണ് മക്കളെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത്? മാമിനൊന്ന് കാണാൻ വാടാ. ഹലോ അഭിനവ്, അഭിനവ്, അമീൻ, ഒന്ന് പെട്ടെന്ന് വന്നേടാ. ലേറ്റ് ആയടാ. ഞങ്ങൾക്കൊന്ന് സംസാരിച്ചിട്ട് പെട്ടെന്ന് ക്ലാസ് തുടങ്ങാടാ. ഹലോ 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 ഹലോ. ഇവരിത് ഫോൺ വെച്ച് എങ്ങോട്ട് പോയതാ? എങ്ങോട്ടാണ് എന്ത് ഇവര് പോയേ? ഹലോ അമീൻ, അഭിനവ്, ഇനികൊക്കെ എങ്ങോട്ട് പോയിപ്പോ? അഫാൻ, ഹലോ അഫാൻ, അഫാൻ പോയി. ഹലോ അഫാൻ, സുഖാണോ? മിസ്സിന് സുഖാടാ. ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയടാ അഫാൻ നീ? തുടങ്ങണം, ഇന്ന് തുടങ്ങണം. ഓക്കെ ഓക്കെടാ, സെറ്റ്. എവിടെ പോയി ബാക്കിയുള്ളവർ? എവിടെ പോയി? അഭിനവും അമീനും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. എങ്ങോട്ടാണ് മക്കളെ നിങ്ങൾ പോയിട്ടുള്ളത്? വീഡിയോ ഓഫ് ചെയ്തിട്ട്. അഭിനവ്, അമീൻ, ഹലോ 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 ഹലോ. എടാ, നമ്മളിപ്പോ ഏത് ചാപ്റ്ററാണ് നമുക്ക് എടുക്കാനുള്ളത്? ഏത് ചാപ്റ്ററാ മക്കളെ? ഏത് ചാപ്റ്ററാ? The Unstoppable Soul Surfer. Yes, very good. The Unstoppable Soul Surfer എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 സ്ലൈഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മൂന്നാമത്തെ സ്ലൈഡ് ആണ്, മൂന്നാമത്തെ പോയിന്റ് ആണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. അനന്തു, എല്ലാവരും ഇതാരാ? നാജിൽ. ഹലോ നാജിൽ. ഹലോ നാജിൽ, സുഖാണോ നാജിലിന്? സുഖാണോടാ? പെൻസിൽ വായിക്കലുണ്ട് കേട്ടോ, അത് വായിന്നേ. ഓക്കെടാ. അപ്പോഴുണ്ടല്ലോ ആനന്ദ് എന്താ കളിക്കുന്നത്? നിങ്ങളെല്ലാവരും സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുത്തിട്ടുണ്ടല്ലോ. സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുത്തിട്ടാണല്ലോ ഇരുന്നിട്ടുള്ളത്. എടാ അനന്തു, നിങ്ങൾക്ക് സീനിയേഴ്സ് ഒക്കെ ഇല്ലടാ 10th സ്റ്റാൻഡേർഡിൽ ഇപ്പൊ പഠിക്കുന്നുള്ളത്. അവരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. മുമ്പത്തെ വർഷത്തെ അതേ ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ, സിലബസ് മാറിയിട്ടില്ല. പണിയെടുക്കൂല, അത്ര തന്നെ അല്ലേ? ആണോ? അങ്ങനെ ഒപ്പിച്ചാ മതിയായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എങ്ങനെയും ഒപ്പിക്കട്ടോ. സ്കൂളിൽ ആർക്കും കൊടുത്തിട്ടില്ല ബുക്ക്? സോ സാഡ്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് മുമ്പായി കിട്ടുവോ? സ്കൂളില് സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് തുടങ്ങിയില്ല? അവരോട് പറ 90+ കണ്ട് പഠിക്ക ടീച്ചേഴ്സ് എന്ന് പറഞ്ഞോടെ. അല്ലേ എടാ? അപ്പൊ നമുക്ക് ഏതാ? ദി അൺസ്റ്റോപ്പബിൾ സോൾ സഫർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് സ്ലൈഡ് കഴിഞ്ഞു. തേർഡ് സ്ലൈഡിലോട്ട് നമുക്ക് പോയാലോ ഗൈസ്? യെസ്, ഗെറ്റ്സ് റെഡി. പവർ വരട്ടെ മക്കളെ, പവർ വരട്ടെ, പണം പോവട്ടെ, പവർ വരട്ടെ. ഇതല്ലേടാ എടുക്കാനുള്ളത് ഇനി? യെസ്, വെരി ഗുഡ്. ഓക്കെ മക്കളെ, എന്തായിരുന്നു കഥ? എന്തായിരുന്നു? മാം ഒന്ന് റിഫ്രഷ് ചെയ്ത് പറയട്ടെ. അല്ല മാം ചോദിക്കാം, നിങ്ങളോട് ചോദിക്കാം. മാം വിളിച്ചിട്ട് ചോദിക്കുവേ. ഒരാള് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണേ, അറിയുന്നുണ്ടോ നോക്കാലോ. അനന്തു, അനന്തു അൺമ്യൂട്ട് ചെയ്തേ. പറ അനന്തു, who is the main character of this story? Boy.
ഞാൻ പറയാം മറ്റേ മോട്ടിവേഷന്റെ ഇതില്ലേ Who is the main character of this story? ആരാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ? എന്റെ പൊന്നനെന്തു ഗേളാണ് വെയിറ്റ് നാജിൽ അലാന അഫൻ ബദനി ഹാമിൽട്ടൺ ബെത്താനി ഹാമിൽട്ടൺ അനന്തു നാജിൽ നോട്ട് ബുക്ക് എടുത്തേടാ. ഹായ് എന്ത് സന്തോഷം, ക്ലാസ് തുടങ്ങുമ്പോ ഇമ്പോസിഷൻ കൊടുത്ത് തുടങ്ങാം. എവിടെ എവിടെ ബ്ലാങ്ക് സ്ലൈഡ് ഉണ്ടോ? ബ്ലാങ്ക് സ്ലൈഡ് ഉണ്ടോ? ഇല്ല, ബ്ലാങ്ക് സ്ലൈഡ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഈ സ്ലൈഡ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. അതായത് എഴുതിക്കോ അനന്തു ആൻഡ് നാജിൽ എഴുതണേ. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയേ. ഹു ഈസ് ദി മെയിൻ ക്യാരക്ടർ ഓഫ് ദി കാണുന്നുണ്ടോ? ഇല്ലല്ല, മാം മാറി നിൽക്കാവേ. അൺസ്റ്റോപ്പബിൾ എന്താണ് ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ അല്ലേ? സോൾ സർഫർ. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി കേട്ടോ. എന്നിട്ട് ആൻസർ എന്ന് എഴുതിയിട്ട് ബെത്താനി ഹാമിൽട്ടൺ. മക്കളെ കുറച്ചാണ് കേട്ടോ, ഒരു 25 പ്രാവശ്യം എഴുതിയാൽ മതി. ഇപ്പോഴത്തല്ല 25 എഴുതിക്കോടാ. ഓക്കെ, 20 ആക്കി തരാം. 20 പ്രാവശ്യം എഴുതണേ. ഓക്കെ, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ഇമ്പോസിഷൻ. ക്ലാസ് ടീച്ചർ മാമിന് അയച്ചു തന്നോളൂ കേട്ടോ. കേട്ടല്ലോ മക്കളെ? അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യണം എന്റെ പൊന്നാര മക്കൾ? ഇനി എന്ത് ചെയ്യണം? എല്ലാ ദിവസവും മാം പഠിപ്പിക്കുന്ന കാര്യം അന്നന്ന് പഠിക്കുക. മാമിന്റെ ക്ലാസ് വരുന്നതിന് മുമ്പത്തെ ദിവസം കൂടി ഒന്ന് കൂടി പഠിക്കുക. അപ്പൊ മാമിന്റെ ക്ലാസ്സിലേക്ക് കയറുമ്പോ മാം എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറിയും. ഇനി മുതൽ മാം പഠിച്ചു. ഇനി എല്ലാ ക്ലാസ്സിലും കയറുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് കയറാം. എങ്ങനെയുണ്ട് ബുദ്ധി? സെറ്റ് അല്ലേ? യാ സെറ്റ്. അഭിനവ് എവിടെ പോയതായിരുന്നു? അഭിനവ് നീ അഭിനവ് എവിടെയായിരുന്നു? ഇത്ര സമയാ? എന്റെ പൊന്നോ, നീ എവിടെയാണ് ബുക്ക് വെച്ച? ഞാൻ എത്ര വിളിച്ചു എന്നറിയോ നിന്നെ? കൊറേ വിളിച്ചു. ഹലോ ഇനിക മോൾ, എവിടെയായിരുന്നു? എന്തായിരുന്നു താമസം? കേൾക്കുന്നുണ്ടോ? ഹലോ കമ്പിളിപ്പുതപ്പ്. കേൾക്കുന്നുണ്ട്. ഹലോ. അത് ഞാന് കളറിക്ക് പോയിട്ട് തിരിച്ചിപ്പോ അങ്ങനെ സാരില്ല കേട്ടോ. നമ്മൾ കുറച്ച് ഇമ്പോസിഷൻ അഭിനവ്. ഓക്കെ അഭിനവ്, wait. ചോദിക്കാം. Who is the main character of this story? അഭിനവ് ആൻസർ പറഞ്ഞേ. The Unstoppable Soul Surfer. നമ്മ മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തിട്ട് പകുതി ആയിട്ടുണ്ടായിരുന്നില്ലേ ആ ചാപ്റ്ററാ. അഭിനവ് അറിയാമോ? ഇനിക നോക്കാൻ വേണ്ടി ഓടിപ്പോയി ആ പെണ്ണ്. ഇല്ല അവൾക്ക് പോയിട്ടില്ല. ബെത്താനി ഹാമിൽട്ടൺ. ശരി, അവള് വരട്ടെ. അവള് ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ വേണ്ടി പോയി. അവള് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്ത് ക്വസ്റ്റ്യൻ അവളോട് ചോദിക്കാം? ഇതെന്തായാലും ഇവളിപ്പോ നോക്കും. എന്ത് ക്വസ്റ്റ്യനാ ചോദിക്കാം? പെട്ടെന്ന് പറ. അവള് വരുന്നതിന് മുമ്പായിട്ട് പറ. എന്ത് ക്വസ്റ്റ്യനാ ചോദിക്കാം? അത് വേണോ? ചോദിക്കാല്ലേ? ഇനിക. ഹലോ ഇനിക. ഇനിക, ബെത്താനി ഹാമിൽട്ടൺ
പ്ലേസ് ഏതാണ്? ബെത്താനി ഹാമിൽട്ടണിന്റെ പ്ലേസ് ഏതാണ്? നോക്കി പറയാൻ പാടില്ല, നോക്കി പറയാൻ പാടില്ല. ഇല്ല അറിയില്ല. ഓക്കെടാ, അറിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ അവർക്കൊക്കെ ഇമ്പോസിഷൻ കൊടുത്തുട്ടാ. മോളെ എന്താന്നറിയാവോ? ഹവായ് എന്നാണ് നമ്മുടെ ബെത്താനി ഹാമിൽട്ടണിന്റെ പ്ലേസിന്റെ പേര് ട്ടോ. ചെറിയ ഹവായ് ഇതാണ് ട്ടോ. അപ്പോ ഇമ്പോസിഷൻ മാം തരാം. കുറച്ചാ ഇത് സ്റ്റാർട്ടിംഗ് ആയിട്ട് മാം സ്റ്റാർട്ടിംഗ് ആയിട്ട് കുറച്ചാട്ടോ തന്നെ. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഉഷാറാക്കാം. ഒരു മിനിറ്റ് ഇടാ. ഇത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. പ്ലേസ് ഓഫ് ബെത്താനി ഹാമിൽട്ടൺ. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എഴുതിയാ മതിയേ. ആൻസർ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എഴുതിയാ മതി കേട്ടോ. ആൻസർ ഹവായി. ഇതൊരു 20 പ്രാവശ്യം എഴുതിയാ മതി കേട്ടാ. ഹവായി 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 ഹവായി. പെട്ടെന്നാവും. അപ്പൊ ഇമ്പോസിഷൻ കിട്ടിയ ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തേ. അനന്തു, നാജിൽ, ഇനിക. വെരി ഗുഡാ. നമുക്കിനി ക്ലാസ്സിലോട്ട് പോയാലോ? കേൾക്കാം. പറഞ്ഞോളാം അഭിനവ്. ഹവായ് ഐലൻഡിലടാ. എവിടെയാ കൗവായി എന്നുള്ളത്? ഹവായ് ഐലൻഡ് അല്ലേ? ഹവായ് ഹവായ് തന്നെയാടാ പറഞ്ഞേ. എവിടെ ടെക്സ്റ്റിൽ കൗവായി എന്നാണോ ഉള്ളേ? അങ്ങനെ അതായത് ഇവിടെ ഇതാണല്ലേ. അതായത് അതിന്റെ ഡീപ് ഓഷ്യൻ വാട്ടേഴ്സ് ഇൻ കൗവായ്. അതായത് കൗവായ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിൽ ഒരു സ്ഥലമാണ്. മനസ്സിലായോ? ഐ തിങ്ക് സോ, അങ്ങനെയാണ് തോന്നുന്നു. ഈ ഹവായ് എഴുതിയാൽ മതി. ഇവിടെ കറക്റ്റ് പ്ലേസ് ഹവായ് ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എത്തിയത് ഇവിടെ ഇതുവരെയാണ് നമ്മൾ എത്തിയത്. ഇതുവരെ നമുക്ക് എടുക്കാം കേട്ടോ മക്കളെ. എന്നിട്ടോ ബൈറൺ ആൻഡ് ഹോൾട്ട്, അലാനാസ് ബ്രദർ ആൻഡ് ഫാദർ. അലാനയുടെ ബ്രദറും ഫാദറും ആരൊക്കെയാ? ബൈറൺ ആൻഡ് ഹോൾട്ട്. മക്കളെ ഇതൊക്കെ നോട്ട്സ് ആണ്. അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോയിന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, അതായത് അലാനയുടെ ബ്രദറും ഫാദറും കൂടി എന്ത് ചെയ്തു? What to me in a flash Holt's face was white and his eyes were wide. Oh my god, എന്താ ഇവിടെ എന്താ പറയാ, ആ ഒരു സീല് ഷാർക്കിന്റെ വായിൽ നിന്നും അവർക്ക് നമ്മുടെ അലാനയുടെ ബ്രദറിനും അവളുടെ ഫാദറും കൂടി അവളെ രക്ഷിച്ചു അല്ലെ? അവളെ രക്ഷിച്ചു എന്നെ ആ ഒരു ഫ്ലാഷിൽ നിന്നും അവർക്ക് ലഭിച്ചു. എന്നിട്ടോ ഹോൾസ് ഫേസ് വാസ് വൈറ്റ് ആൻഡ് ഹിസ് ഐസ് വയർ വൈഡ്. നമ്മുടെ ഹോൾട്ട് അതായത് ഫാദറിന്റെ ഫേസ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ഇങ്ങനെ വിളറി പോയിട്ടുണ്ട്. ഈ ടെൻഷൻ അടിച്ചിട്ട് വിളറി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ വൈഡ് ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, അദ്ദേഹം ഇങ്ങനെ തലക്ക് കഴിച്ചു. ഓ മൈ ഗോഡ്, എന്താണ് ഇവിടെ നടക്കുന്നത്? ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു. He said, but he didn't freak out. But അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? കരഞ്ഞിട്ടില്ല കേട്ടോ. ഇത്രത്തോളം കാഠിന്യമേറിയ സിറ്റുവേഷനിൽ പോലും അദ്ദേഹം കൺട്രോൾ ചെയ്തിട്ട് നിന്നു. Instead, he took control of the situation. ആ സിറ്റുവേഷനിൽ അദ്ദേഹം കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് നിന്നു. അമീൻ മാമിന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടോ? അമീൻ മാമിന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാതെ അടങ്ങിയിരിക്കുക. മാം വെയിറ്റിംഗ് റൂമിലോട്ട് മാറ്റാം. കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെടാ. ഇനിയോ He pushed me by the tail of my board. അദ്ദേഹം എന്നെ എന്ത് ചെയ്തു? ആ ഒരു നമ്മുടെ സർഫിംഗ് ബോർഡ് ഉണ്ടല്ലോ, ആ സർഫിംഗ് ബോർഡ് വെച്ചിട്ട് അദ്ദേഹം എന്നെ വലിച്ചു. I caught a small wave that washed me over the reef as I lay on my board. ഞാൻ എന്ത് ചെയ്തു? ആ ഒരു ആ ബോർഡിന് കിട്ടുന്ന രീതിയിൽ ഒരു പാറയുടെ അടുത്തേക്ക് മെല്ലെ എനിക്ക് ആ വേവ്, ആ ഒരു തിരമാല വന്നു. ആ തിരമാലയിലൂടെ എനിക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റി. ഒരു പാറ കഷ്ണത്തിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. എന്നിട്ടോ ഒരു ബോർഡ്, അതായത് ആ ഒരു സർഫിംഗ് ബോർഡിൽ അദ്ദേഹം ആ ഒരു നമ്മുടെ ബെത്താൻ എന്ത് ചെയ്തു? അതിൽ ലേ ചെയ്തു, അതിൽ കിടന്നു. Whatever emotions Holt, Byron and Alana were feeling, they kept inside. Nobody panicked or lost their head. അതായത് നമ്മുടെ ബൈറൺ ആയിക്കോട്ടെ, ഹോൾട്ട് ആയിക്കോട്ടെ, അലാന ആയിക്കോട്ടെ, ഒരാളും ഇങ്ങനെ അത്രത്തോളം ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് പോലും അവര്
പാനിക്കായിട്ട് അവിടെ സ്റ്റക്കായിട്ട് നിന്നതല്ലായിരുന്നു. അവരുടെ തലയിൽ ഹെഡിൽ വല്ലാത്ത രീതിയിലുള്ള ടെൻഷൻസ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഒരിക്കലും അവരുടെ ബ്രെയിൻ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അവരുടെ തിങ്കിങ് നഷ്ടപ്പെട്ടു പോയിട്ടിരുന്നില്ല. ആ സിറ്റുവേഷനിൽ ഏതൊരു തീരുമാനമാണോ കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടിയിരുന്നത് അതേ തീരുമാനം അവർക്ക് ആ സമയത്ത് ചിന്തിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അത്രത്തോളം ബോൾഡ് ആയിരുന്നു അവര്. My arm was bleeding badly. എന്റെ ആ ഒരു കട്ട് ചെയ്തു പോയ കൈ ഉണ്ടല്ലോ, ആ കൈ വല്ലാതെ ഇങ്ങനെ ബ്ലീഡ് ചെയ്യുന്നുണ്ട്, അതായത് വല്ലാതെ ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട്. ബട്ട് നോട്ട് സ്പ്യൂയിങ്. സ്പ്യൂയിങ് എന്ന് പറഞ്ഞാൽ എമിറ്റിങ്, അതായത് ഇങ്ങനെ പൈപ്പൊക്കെ തിരിച്ച രീതിയിൽ ഇങ്ങനെ വെള്ളം ബ്ലഡ് പോലെ അത്രത്തോളം പോകുന്നില്ല, എങ്കിലും വല്ലാതെ ബ്ലഡ് പോകുന്നുണ്ട്. ബ്ലഡ് ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പൺ. അതായത് ധമനി ഉണ്ടല്ലോ, നമ്മുടെ രക്തധമനി ഉണ്ടല്ലോ, ആ ധമനിയിൽ നിന്നും ഇങ്ങനെ ബ്ലഡ് പോകുന്ന രീതിയിൽ ഇങ്ങനെ പോവാണ്. Holt took off his long grey sleeve rash guard and tied it around the stub of my arm, really tight to act as a tourniquet. അതായത് മക്കളെ എന്താ പറഞ്ഞത്, നമ്മുടെ ഈ ഒരു ഹോൾട്ട് ഉണ്ടല്ലോ, ഹോൾട്ട് എന്ത് ചെയ്തു, ഈ ഒരു രക്തം ഇങ്ങനെ നല്ലവണ്ണം ഫ്ലോ ചെയ്യുന്നുള്ളത് തന്നെ അത് സ്റ്റക്ക് ആവാൻ വേണ്ടി, സ്റ്റോപ്പ് ആവാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രൊട്ടക്ഷൻ കവറിംഗ് ക്ലോത്ത് എന്ന് പറയാം, അതായത് ആ ഒരു റാഷ് സ്ലീവ് കൊണ്ട് അതിനെ കവർ ചെയ്തു. എന്നിട്ടോ അദ്ദേഹം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. എന്റെ ആ ഒരു ടോണിക്വറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം മക്കളെ, ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവം. ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരിങ്ങനെ ടക്ക് കൊടുക്കും, അതായത് ധമനിയിൽ നിന്നും ബ്ലഡ് സർക്കുലേഷൻ നിർത്താൻ വേണ്ടി ഒരു ചെയ്യുന്ന ഒരു പ്രസ്സിങ്ങോ അങ്ങനെ എന്തോ സംതിങ്ങിനെയാണ് ഈ ടോണിക്വറ്റ് എന്ന് പറയാം കേട്ടോ. അങ്ങനെ ചെയ്തു. എന്തിനു വേണ്ടി? ഫ്ലോ ഓഫ് ബ്ലഡ്, നമ്മുടെ ധമനിയിൽ നിന്നും വരുന്ന ബ്ലഡ്, ആർട്ടറിയിൽ നിന്നും വരുന്ന ബ്ലഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹോൾട്ട് ഇക്കാര്യം ചെയ്തു, ടോണിക്വറ്റ് ചെയ്തു. ഹോൾട്ട് told me to keep talking to him to make sure that I didn't pass out. അതായത് ആ സമയത്ത് ഉറങ്ങാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോൾട്ട് പറഞ്ഞോണ്ടിരുന്നു, നീ സംസാരിച്ചോണ്ടിരിക്കൂ, സംസാരിക്കുന്നത് നിർത്തരുത്. സംസാരിക്കുന്നത് നിർത്തിയാലോ കണ്ണടച്ച് പോയി ഉറങ്ങിയാൽ പ്രശ്നമാണ്, ഉറങ്ങാൻ പാടില്ല. ഇൻ ദി മിഡിൽ ഓഫ് ദി ഓഷൻ, ആ ഒരു മിഡിൽ ഓഫ് ദി ഓഷനിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, നീ സംസാരിച്ചോണ്ടിരിക്കൂ. ഹലോ തനുഷ് എന്താടാ ലേറ്റ് ആയേ? എന്താ തനുഷ് ലേറ്റ് ആയത്? സോറി മാം, ഞാൻ ഒരു സ്ഥലത്തിൽ പോയത്, അപ്പൊ ഞാൻ ഒരു സ്ഥലത്തിൽ പോകുമ്പോ ഞാൻ ലേറ്റ് ആയി വരുമ്പോ ഞാൻ റെസ്റ്റ് എടുത്തു മറന്നുപോയപ്പോ എന്റെ അമ്മനെ വിളിച്ചപ്പോ ഞാൻ ഇപ്പൊ വന്നതാണ്. അതിലടാ ഇതേപോലുള്ള ഒരു കഥ ഉണ്ടായിരുന്നു. എന്താ പേരത്? പട്ടി എന്നെ കടിച്ചു ബൗ. നിങ്ങൾക്ക് അറിയാവോ പാട്ട്? അതെന്താ ഇതിന്റെ സ്റ്റാർട്ടിങ് എന്താന്ന് ഇവര് പറഞ്ഞ ഇതേ ട്യൂണിലാന്ന്. ഇതിന്റെ സ്റ്റാർട്ടിങ് എന്താ ആർക്കറിയാം? പൂ ഞാൻ അമ്മ കൊടുത്തു, അമ്മ എനിക്ക് ചോർ തന്നു, ചോർ ഞാൻ പട്ടി കൊടുത്തു, പട്ടി എന്നെ കടിച്ചു ബൗ. പക്ഷെ അതിന്റെ സ്റ്റാർട്ടിങ് എന്താണ് ആർക്കറിയില്ല? പണ്ടാ എനിക്ക് ഇവര് പറയുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് അതിങ്ങനെ വന്നു മൈൻഡിലോട്ട്. പക്ഷെ അതെന്താ 1 2 3 4 5 4 5 6 മണിക്ക് വെള്ളം വന്നു, വെള്ളം ഞാൻ ചെടിക്ക് കിട്ടി, ചെടി എനിക്ക് പൂ തന്നു, പൂ ഞാൻ അമ്മ കൊടുത്തു, അമ്മ എനിക്ക് ചോർ തന്നു, ചോർ ഞാൻ പട്ടി കൊടുത്തു, പട്ടി എന്നെ കടിച്ചു ബൗ. കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങിയാലോ? ഇനി നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്താലോ? അയ്യോ എങ്ങനെ പറഞ്ഞില്ലായിരുന്നു, ഓക്കെ ആയിപ്പോ പ്രശ്നം സാർ എനിക്ക് പറഞ്ഞിട്ടുണ്ടേ സ്റ്റാർട്ടിങ് എന്താ വയ്യാത്ത ഫീൽ. എവിടെ പോയി കുട്ടൂസ്? എന്ത് ചെയ്യുന്നു? ആരാ പോയതാരാ അതില്? അത് ഡെമോ ക്ലാസ്സിന്റെ അല്ലേ? ജീന ഡിസാണോ? ഓക്കെടാ, മാം എന്താ പറഞ്ഞു നിർത്തിയത്?
സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. നമ്മുടെ ഈ ഒരു ബെത്താനിയോട് പറഞ്ഞു സംസാരിക്കുന്നത് നിർത്തരുത്, സംസാരിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന്. എന്നിട്ടോ സോ ഐ വാസ് ടോക്കിംഗ്, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. although I don't know about what, just answering his questions and praying out loud. അതായത് എനിക്ക് ഞാൻ എന്താ പറയുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഒരു ധാരണയും ഇല്ല, അത്രത്തോളം ഒരു ബോധമില്ല, അത്രത്തോളം ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്. ബട്ട് എന്താ ഞാൻ ഇങ്ങനെ പ്രേയിങ് ഔട്ട് ലൗഡ്, ഞാൻ ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കാണ്. എന്താണ് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞ ഉറക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാണ്. എനിക്കൊന്നും ഞാൻ എന്താ പറയുന്നത് എന്ന് എനിക്ക് തന്നെ ഒരു അറിവില്ലായിരുന്നു. in the surgery room, എന്നിട്ട് ഞാൻ സർജറി റൂമിലോട്ട് എത്തി. they hooked me up to lots of machines, എന്റെ മുകളിലായിട്ട് അവരിങ്ങനെ കുറെ ധാരാളം മെഷീൻസ് ഇങ്ങനെ കണക്ട് ചെയ്യാണ്. എന്നിട്ടോ it was Dr. Rowinsky who would be doing the first surgery, and he explained to both me and mom how he would do it. you have lost your arm, Bethany. അതായത് ആ ഒരു സമയത്ത് സർജറി ചെയ്തത് ആരായിരുന്നു മക്കളെ? ഡോക്ടർ റോവിൻസ്കി എന്ന് പറയുന്ന ആളായിരുന്നു സർജറി ചെയ്തത്. എന്നിട്ടോ ആ സർജറി ചെയ്ത സമയത്ത് അദ്ദേഹം ഫസ്റ്റ് സർജറി ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്നോടും എന്റെ അമ്മയോടുമായിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു ബെത്താനി എന്ന്. He said gently, അദ്ദേഹം സമാധാനത്തോടെ പറഞ്ഞു. Now the focus is on saving your life. നിന്റെ കൈ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നീ തളരുക എന്നതല്ല നിന്റെ അടുത്ത സ്റ്റെപ്പ്. എന്താണ്? നീ ഇനി നിന്റെ ലൈഫിനെ ഫോക്കസ് ചെയ്യുക. ഇനി നിന്റെ ലൈഫിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നിന്റെ അടുത്ത സ്റ്റെപ്പ്. എന്നിട്ടോ my mom stayed by my side the whole time. അമ്മ എല്ലാ സമയത്തും എന്നോട് ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. my dad went out to deal with visitors and the ever growing number of reporters who heard what had happened to me and were eager to break my story. അതായത് എന്റെ അമ്മ എന്നോട് ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു, ബട്ട് എന്റെ ഡാഡ് എന്തായിരുന്നു? ഡാഡ് എന്നെ കാണാൻ വരുന്ന വിസിറ്റേഴ്സും അതുപോലെ തന്നെ എന്റെ റിപ്പോർട്ട് ചോദിക്കാൻ വരുന്ന റിപ്പോർട്ടേഴ്സ് ഉണ്ടാവുമല്ലോ, മീഡിയക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള മീഡിയക്കാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തിരക്കിലായിരുന്നു എന്റെ അച്ഛൻ. കുറെ ആൾക്കാർ വരൂലടാ, കുറെ ആൾക്കാർ വരൂലേ? ഒരു ഷാർക്കിന്റെ വായിൽ നിന്നും രക്ഷപ്പെട്ട ഒരാൾ ന്യൂസിന്റെ ഹെഡ്ലൈൻ ആയില്ലേ, റീച്ച് ആയില്ലേ, അല്ലേ? യെസ് ഓഫ് കോഴ്സ്, യെസ്. അതുപോലെ തന്നെ മീഡിയാസ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ വരുന്ന വിസിറ്റേഴ്സിനെ സംസാരിച്ച് അവരെ ഡീൽ ചെയ്യുക എന്നുള്ളതും ഒക്കെ ആയിരുന്നു എന്റെ ഡാഡിയുടെ ഡ്യൂട്ടി. In the hospital, I would look over at the bandaged stump where my arm used to be. Think now what? അതായത് ഞാൻ എന്ത് ചെയ്തു? എന്റെ ഈ ബാൻഡേജ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റംപ് ഉണ്ടല്ലോ, ഇവിടെ കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ ബാൻഡേജ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി എന്ത്? ഇനി എന്റെ കഥ എന്ത്? ഇനി എന്റെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു കൈ പോയ എന്റെ ലൈഫിന് എങ്ങനെയാണ് മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് ചിന്തിച്ചു. For a while, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ I doubted whether I would ever surf again. ഞാൻ ചിന്തിച്ചു, എനിക്കിനി സർഫ് ചെയ്യാൻ പറ്റുമോ? എന്റെ അത്രത്തോളം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന എന്റെ ആ ഒരു ഹോബി എനിക്കിനി ചെയ്യാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ടെൻഷൻ അടിച്ചു. മക്കളെ, ഇവിടെ ഞാൻ കാണുന്നുണ്ടോ യെല്ലോ കളറിൽ എഴുതിയിട്ടുള്ളതൊക്കെ ആദ്യം തൊട്ടടുത്തായിട്ടുള്ള വേർഡിന്റെ മീനിങ് ആണ് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്യണേ. ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു, everybody knows that it takes 2 arms to surf. എല്ലാവർക്കും അറിയാം, ഒരു സർഫിംഗ് ചെയ്യണമെങ്കിൽ 2 കൈകൾ അത്യാവശ്യമാണ്, അല്ലേ മക്കളെ? 2 കൈ ഇല്ലാതെ ഒരാൾക്ക് സർഫിംഗ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് കറക്റ്റ് ഒരു ബോധം ഉണ്ടായിരുന്നു, എന്റെ കൈ പോയത് കൊണ്ട് തന്നെ എനിക്ക് ഇനി എങ്ങനെയാണ് സർഫിംഗ് ചെയ്യാൻ പറ്റുക. അത്രത്തോളം സ്നേഹിച്ച് അത്രത്തോളം ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിരുന്ന ഒരു ഹാബിറ്റ് ആയിരുന്നു സർഫിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സർഫിംഗ് എനിക്ക് ഇനി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് ആ ഒരു ബെത്താനി വല്ലാതെ ടെൻഷൻ അടിച്ചു നോക്കി. എന്നിട്ടോ I tried to tell myself, hey, I am okay with this. I mean, surfing isn't everything, right? You will find something else to do to have fun. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി എന്നോട് തന്നെ ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏയ്, ഞാൻ ഇക്കാര്യം കൊണ്ട് ഞാൻ ഓക്കെയാണ്, ഈ ഒരു കൈ പോയത് കൊണ്ട് ഞാൻ ഓക്കെയാണ്. പിന്നെയോ ഐ മീൻ സർഫിംഗ് എന്ന് പറഞ്ഞാൽ അല്ല, സർഫിംഗ് കൊണ്ട് എല്ലാം ആയിട്ടില്ല. എവറിത്തിങ് ഇസ് നോട്ട് സർഫിംഗ്. സർഫിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം സർഫിംഗ് തന്നെ അല്ല, അല്ലേ? യു വിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ഡു, ഹാവ് ഫൺ. നിങ്ങൾക്ക് ഫണ്ണാവാൻ വേണ്ടി വേറെ എത്ര കാര്യങ്ങളുണ്ട് ലോകത്ത്, അതിൽ നിന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫൺ കണ്ടെത്താൻ പറ്റും. സർഫിംഗ് മാത്രമല്ല,
ഫണ്ണെന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ടോ ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി, ഞാൻ ചിന്തിച്ചു എനിക്ക് സർഫ് ചെയ്യാൻ പറ്റില്ല എന്തായാലും, എന്നാലോ എനിക്ക് ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ എനിക്കാവണം. അതായത് ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ, ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ എനിക്കാവണം. സർഫ് ഫോട്ടോഗ്രാഫർ കേട്ടോ, വെറുതെ ഫോട്ടോഗ്രാഫർ അല്ല, ഒരു ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ആയി എനിക്ക് മാറണമെന്ന് ഞാൻ അവിടെ നിന്നും ഉറപ്പിച്ചു. ഐ ടോൾഡ് മൈ ഡാഡ്. ഞാൻ എന്റെ അച്ഛനോട് ഇക്കാര്യം പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ എന്താ പറഞ്ഞത്? ദാറ്റ് വാസ് മൈ വേ ഓഫ് സേയിങ് ലിസൺ I know my surfing days are over. He just nodded. അതായത് ഞാൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. എങ്ങനെയാ? അച്ഛ, ഡാഡി ശ്രദ്ധിക്കൂ, എന്റെ സർഫിംഗ് ഡേയ്സ് ഒക്കെ ഇവിടെ വരെ ഉള്ളൂ. എന്റെ സർഫിംഗ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് സർഫിംഗ് ചെയ്യാൻ പറ്റൂല. ആ സമയത്ത് അച്ഛൻ എന്താ ചെയ്തത്? ഈ ജസ്റ്റ് നോഡഡ്. അദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ തലയാട്ടി. എന്നിട്ടോ ഐ എം ഷുവർ യു വിൽ ബി. മോളെ എനിക്ക് ഉറപ്പാണ് നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റാതിരിക്കൂല, നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് ആ ഒരു അച്ഛൻ ആ ഒരു തകർന്നിരിക്കുന്ന മോൾക്ക് ഒരു ഹോപ്പ് കൊടുക്കാണ്. ആൻഡ് ട്രൈഡ് ടു സ്മൈൽ. ഇത്രത്തോളം സങ്കടത്തോടെ പറഞ്ഞതാണെങ്കിലും അദ്ദേഹം ചിരിക്കാൻ വേണ്ടി, സ്മൈൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം സ്മൈൽ ചെയ്തു. He knew what it means as well, but by Saturday I changed my mind and started thinking about going surfing again. അദ്ദേഹത്തിന് അറിയാം, അച്ഛനറിയാം എല്ലാ കാര്യങ്ങളും. ഇത് എത്രത്തോളം കറക്റ്റ് ആയിട്ട് തീരെ നടക്കാത്തൊരു കാര്യമാണെന്ന് അച്ഛന് നല്ലപോലെ അറിയാം. എന്നിട്ടും അദ്ദേഹം എന്നെ മോട്ടിവേറ്റ് ചെയ്തു, നിന്നെ കൊണ്ട് പറ്റുമെന്ന്. എന്നിട്ടോ ആ ഒരു സാറ്റർഡേയിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ മൈൻഡിനെ തന്നെ ഞാൻ ചേഞ്ച് ചെയ്തു. എങ്ങനെയാണ്? സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിംഗ് അഗൈൻ. വീണ്ടും സർഫിങ്ങിന് പോയാലോ, സർഫിങ്ങിന് ട്രൈ ചെയ്താലോ എന്ന് ഞാൻ എന്റെ മൈൻഡിനെ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. എന്റെ മൈൻഡിൽ തന്നെ ആ ഒരു ചിന്ത വന്നു. സാറ്റർഡേ എന്നിട്ടോ പോയിട്ടുണ്ടാവോ? എങ്ങനെയാ പോവാ? ഒരു കയ്യല്ലേ ഉള്ളൂ, നോക്കാം. ഐ വാസ് ഫീലിംഗ് ബെറ്റർ. എനിക്ക് ഒരു കുറച്ചുകൂടി ഞാൻ ബെറ്റർ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. മൈ മൈൻഡ് വാസ് ലെസ് ഫോഗി. ബട്ട് എന്റെ മൈൻഡ് ഇപ്പോഴും ഒരു പുക മൂടിക്കിടക്കുന്ന രീതിയിലാണ്. അതായത് ഈ ഫ്യൂച്ചറിലോട്ടുള്ള വഴി അറിയാതെ, എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഒരു മൈൻഡ് ഇപ്പോഴും ഒരു ഫോഗി ആയിട്ടാണുള്ളത്. ആൻഡ് there were so many people coming to see me and give me pep talks. അതായത് പെപ് ടോക്സ് എന്ന് പറഞ്ഞാല് എന്ത് പറ്റി, സുഖ, അങ്ങനെയുള്ള ചെറിയൊരു സംഭാഷണം ഉണ്ടല്ലോ, ഇങ്ങനെ കുറച്ചിങ്ങനെ ചെറിയൊരു സംഭാഷണം ഉണ്ടാവില്ല, അതിനെയാണ് പെപ് ടോക്സ് എന്ന് പറയാം കേട്ടോ. അതേപോലെ കുറെ ആൾക്കാർ എന്നെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവർക്കൊക്കെ ചെറിയ ചെറിയ പെപ് ടോക്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടോ ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവരിവൺ. എല്ലാവർക്കും ഞാനൊരു ധീരതയുടെ മുഖമായിരുന്നു. എല്ലാവരുടെ മുമ്പിലും എനിക്കൊരു ധീരതയുടെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരെയും എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള മുഖമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബട്ട് ഐ കാൺട്ട് പ്രിറ്റൻഡ് it didn't get to me at times. ബട്ട് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ നല്ല രീതിയിൽ തന്നെ അവരുടെ മുമ്പിൽ അഭിനയിക്കുന്നുണ്ട്. ശരിയല്ല, ഒരു ഷാർക്കിന് മുമ്പ് വായിൽ നിന്നും രക്ഷപ്പെട്ടു വരിക എന്ന് പറഞ്ഞൊരു എൻകറേജ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഷാർക്ക് കടിച്ചിട്ട് മരിച്ചു പോകുന്നതിന് പകരം ഇവരെന്ത് ചെയ്തു? ഓവർകം ചെയ്തിട്ട് ജീവിതത്തിലോട്ട് കടന്നു വന്നു വീണ്ടും. അത് എല്ലാവർക്കും എൻകറേജ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ തന്നെ പെപ് ടോക്ക് ചെയ്തു എല്ലാവരോടും. ബട്ട് കൂടുതലൊന്നും അഭിനയിക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ബെത്താനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. If I ever did start to get blue, I had my brothers to pull me back. They were laid back as always. They never let me know their horror or see their pain or fear. അതായത് അവളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ആ ബ്ലൂയിലോട്ട് കൈയിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ എന്റെ ബ്രദേഴ്സിന് ഇങ്ങനെ തളരില്ലായിരുന്നു. അവർക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ റിലാക്സ് ആയിട്ട് നല്ല കൂളായിട്ട് ഉണ്ടായിരുന്നേനെ. അവരൊരിക്കലും ഈ ഒരു ഹൊറർ ആയിട്ടുള്ള, ഇത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള, ഇത്രത്തോളം പേടി നിറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി എന്റെ ബ്രദേഴ്സ് ഒരിക്കലും കടന്നു പോകേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ അവൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടോ ടിമോത്തി വാസ് ഓൾവേസ് ജോക്കിംഗ് ആൻഡ് നോഹ വാസ് മൈ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ടർ. രണ്ട് ബ്രദേഴ്സ് ആണ് കേട്ടോ, സിബ്ലിങ്സ് ആണ് കേട്ടോ. അതായത് ഇവിടെ പറയാണ് ടിമോത്തി എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ, എനിക്ക് എന്നും ജോക്ക് ചെയ്യുന്നത്, അതായത് എല്ലാ സമയത്തും ഇങ്ങനെ ജോക്കിങ് പറഞ്ഞോളും. അതുപോലെ തന്നെ സന്തോഷം നൽകുന്ന ഒരാളാണ് എന്റെ ഈ ടിമോത്തി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നോഹയാണ് എന്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ടർ നോഹയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. They were so strong and that helped me to be strong too. അവർ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. എനിക്ക് നല്ല രീതിയിൽ തന്നെ അവര് എന്ത് തരുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അവരെന്നെ വല്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് കരുത്ത് നൽകുന്നുണ്ട്. എന്നിട്ടോ അവരിങ്ങനെ നൽകുന്നതനുസരിച്ച് ഞാനും നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആവാൻ തുടങ്ങി. ഞാനും നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയി. ബിഫോർ ഐ ഗോട്ട്, മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലടാ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഓക്കെ.
Before I got out of the hospital. In fact, by the second day of my on-week stay, I was talking differently about the possibility of surfing again. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം എപ്പോഴാണ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് 1 വീക്ക് സ്റ്റേയിൽ നിന്നും സെക്കൻഡ് ഡേ ആണ് 1 വീക്ക് സ്റ്റേ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ആ ഒരു ദിവസത്തിൽ ഞാൻ പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ടോക്കിംഗ് ഡിഫറെന്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിംഗ് അഗൈൻ വീണ്ടും സർഫിംഗ് ചെയ്യാനുള്ള പോസിബിലിറ്റിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. My whole family stood behind me and tried to encourage me as much as possible. എന്റെ ഫാമിലി മുഴുവനും എന്നെ വല്ലാതെ എൻകറേജ് ചെയ്തു. നേരെ മറിച്ച് നമ്മുടെ ഫാമിലി ആയിരുന്നെങ്കിലോ എന്ത് ചെയ്യായിരുന്നു? ഒരു പ്രാവശ്യം കടലിലോട്ട് പോയിട്ട് ഷാർക്കിന്റെ വായിൽ പെട്ടതും പോലെ ഇനി വീണ്ടും പോണോ നിങ്ങക്ക് എന്ന് പറഞ്ഞ ദേഷ്യപ്പെടില്ലായിരുന്നു. എന്റെ ഫാമിലി ചെയ്യാം ഓഫ് കോഴ്സ് അങ്ങനെ ചെയ്യായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബെത്താനി അവരെന്താ ചെയ്തത്? ബെത്താനിയുടെ ഫാമിലി മുഴുവനും വല്ലാത്ത സപ്പോർട്ട് ചെയ്തു. അവളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് എല്ലാവരും ആ ഒരു സ്ഥലത്ത് നിന്നു. അവളുടെ പോസിബിലിറ്റിക്ക് അനുസരിച്ച് എല്ലാവരും അവളെ എൻകറേജ് ചെയ്തു. My parents had no doubt that I probably could figure out a way to get up on a boat, but I knew they felt my competitive days were over. അതായത് എന്റെ ഫാമിലിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡൗട്ടും ഇല്ല. ഞാൻ കറക്റ്റ് ആയിട്ടും ഒരു സംഭവത്തെ ഫിഗർ ഔട്ട് ചെയ്താൽ എനിക്ക് ഒരു ലക്ഷ്യം വന്നാൽ പറഞ്ഞോടാ മാം ഈ വള്ളത്തിൽ പോയാ പിന്നെയും കൈയല്ല 2 കൈയും പോവില്ല. എന്നുവെച്ചാൽ വള്ളത്തിൽ പിന്നെയും ഇറങ്ങിയ പിന്നെ 15 ഫുട്ട് ടൈഗർ ഷാർക്ക് ഒന്നും കടിക്കൂലേ? അതെന്നടാ കയർ ചെയ്തിട്ട് പോകേണ്ടി വരും. ഒരു സമയം പറ്റിന്ന് പറഞ്ഞിട്ട് എല്ലാ സമയം പറ്റണമെന്നില്ലല്ലോ. അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അതായത് ഒരു പ്രാവശ്യം പോയ സമയത്ത് അവളെ ഷാക്ക് കടിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ സമയം അങ്ങനെ വരണമെന്നില്ലല്ലോ. അവള് ഓൾറെഡി ഈ എന്താണ് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. ഈ ഒരു സർഫിങ് ഒരു പെട്ടെന്ന് ഒരു ദിവസത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. സർഫിങ് ചെയ്യുമ്പോ മനസ്സിലായല്ലോ. അഭിനവ് എന്താ ഹെയർ ബാൻഡ് കിട്ടിട്ട് ഹെയർ ബാൻഡ് ആണോ? ഇട്ടോളൂ നല്ലതാ. കണ്ണിലേക്ക് മുടി വരുന്നത് നല്ലതാ. അങ്ങനെ ഇട്ട് വെച്ചാൽ ഇട്ടോളൂട്ടാ. ഓക്കെടാ. മാം എന്താ പറഞ്ഞ പാരന്റ്സിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. എന്റെ ഈ കോമ്പറ്റീറ്റീവ് മൈൻഡ് വെച്ചിട്ട് ഞാനൊരു കാര്യം തിങ്ക് ചെയ്താൽ എനിക്ക് എന്തായാലും അത് സക്സസ് ആവും എന്ന കാര്യത്തിൽ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ബട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞാലോ എനിക്ക് എന്റെ ഫീൽ എന്താണ്? എന്റെ കോമ്പറ്റീറ്റീവ് ഡേയ്സ് ഒക്കെ ഓവറായി. എന്റെ ഈ ഡേയ്സ് ഒക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് ഉറപ്പ്. ബെറ്റാനി ഐ ആം ഷുവർ യു ക്യാൻ ഡു വാട്ടെവർ യു പുട്ട് യുവർ മൈൻഡ് ടു. മൈ ഡാഡ് ടോൾഡ് മീ. എന്റെ ഡാഡി എന്നോട് പറഞ്ഞു ബെത്താനി നീ ഒരു കാര്യം നിന്റെ മനസ്സിൽ ഇങ്ങനെ നിന്റെ മൈൻഡിൽ ഇങ്ങനെ തിരിയുന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ ആ ഒരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ നിനക്ക് പറ്റുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണെന്ന് ഒരു അച്ഛൻ പറഞ്ഞു. സെറ്റ് അച്ഛനാണല്ലേ നമ്മുടെ നാജിൽ. ഇപ്പൊ ഇമ്പോസിഷൻ ഏതുവാണോ നാജിന് കണ്ടുപിടിച്ചൂടാ. ഞാൻ ക്ലാസ് ശ്രദ്ധിക്കണം മോനിപ്പോ. ഇത് കഴിഞ്ഞിട്ട് ഇമ്പോസിഷൻ അല്ലേ? അല്ലേ എന്നാലും ഓക്കെടാ. പിന്നെന്താ My dad told me my parents too had a rough time. Neither of them was able to work for almost 3 months, which put a big financial burden on our family. അതായത് എനിക്ക് മാത്രമല്ല എന്റെ ഫാമിലിക്ക് കൂടി ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നല്ല റഫ് ആയിട്ടുള്ള നല്ല ഹാർഡ് ആയിട്ടുള്ള സമയമാണ്. എന്താണ് അവർ എന്റെ അച്ഛനായാലും അമ്മയായാലും 3 മാസത്തോളമായി അവര് വർക്കിന് പോയിട്ട് ജോബിന് പോയിട്ട് 3 മാസത്തോളായി. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ബേർഡൻ വല്ലാതെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് നമ്മുടെ ഫാമിലിയെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട് അല്ലേ? ഇനിയോ my first indication that my life would never be the same again. എന്റെ ആദ്യത്തെ സൈൻ എന്തായിരുന്നു? എന്റെ ആദ്യത്തെ ഇൻഡിക്കേഷൻ എന്തായിരുന്നു? എന്റെ ലൈഫ് ഇനി ഒരിക്കലും ഇത് പഴയതുപോലെ ആവില്ല എന്നുള്ളതായിരുന്നു. എന്റെ ലൈഫ് ഒരിക്കലും ഇനി പഴയതുപോലെ ആവില്ല. Came just as we were leaving the hospital. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നും വിടുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു വരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്നുള്ള ഒരു പ്രശ്നം അതായിരുന്നു. എന്റെ ലൈഫ് ഇനി പണ്ടത്തെ പോലെ ആ ഒരു രീതിയിൽ എനിക്ക് ആവാൻ പറ്റൂലല്ലോ എന്നുള്ളത്. Instead of going out the main entrance, we had to go through a maze of hallways and sneak out through the back door. എന്താ ചെയ്തത്? അവര് ഫ്രണ്ട് ഡോറിൽ കൂടി ഫ്രണ്ട് എൻട്രൻസിൽ കൂടി കറക്റ്റ് ആയിട്ട് പോകുന്നതിന് പകരം എന്റെ പൊന്നു മക്കൾ അവരെന്താ
ചെയ്തത്? ഒരു ബാക്ക് ഡോറിലെ കൂടി മെല്ലെ ഒളിച്ചു പാത്താണ് പോയത്. അതായത് അവര് ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നുണ്ടല്ലോ, ആ പോകുന്ന സമയത്ത് അവർ മെയിൻ എൻട്രൻസ്, അതായത് മെയിൻ ഡോറിലെ കൂടി പോകുന്നതിന് പകരം അവര് പോയത് ബാക്ക് ഡോറിലെ കൂടി ഒളിച്ചും പാത്തിട്ടായിരുന്നു. ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് പോവാൻ പോയിട്ടില്ല. ഓക്കെ, അതായത് അവര് ഒളിച്ചും പാത്തുമാണ് ബാക്ക് ഡോറിൽ കൂടി പോകുന്നത്. ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സ് വിത്ത് us, നമ്മോടൊന്നിച്ച് ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഗാർഡ്സ് കൂടി ഒന്നിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് when we got to our car, there were 2 Kauai policemen who followed us to a house in Anahola Beach, where I could continue to recover in privacy. അതായത് ഞങ്ങൾ കാറിൽ കയറുന്ന സമയത്ത് നമ്മോടൊന്നിച്ച് 2 പോലീസ്മാൻ കൂടി ഉണ്ടായിരുന്നു, കവായി പോലീസ് കൂടി ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ? പ്രൊട്ടക്ഷന് വേണ്ടി. who followed us to a house in Anahola, നമ്മുടെ അനഹോലയിലുള്ള നമ്മുടെ ആ ഒരു വീട് എത്തും വരെ ഇവർ നമ്മോടൊന്നിച്ച് തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. I could continue to recover in privacy, എനിക്ക് ആ ഒരു പ്രൈവസിയിൽ വെച്ചിട്ട് എന്റെ ലൈഫിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. എന്തിനാണ് ഇത്ര ഒളിച്ചുപാത്ത് പോകേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് മക്കൾ ഇങ്ങനെ ഒളിച്ചുപാത്ത് പോയത്? കാര്യം പറയാനുണ്ട്. എന്താ? My parents explained to me that there was a mob of TV people eagerly waiting to show microphones in my face. എന്താ കാര്യം എന്തായിരുന്നു? എന്തിനാണ് ഇവർ ഒളിച്ചുപാത്ത് പോയത്? മക്കളെ, അതായത് അവിടെ ഒരു മാസ് ഓഫ് പീപ്പിൾ, കുറേ ജനങ്ങൾ, ഒരു ക്രൗഡ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. TV പീപ്പിൾ, മീഡിയാസ് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ? ഈ ഒരു മൈക്രോഫോൺ എന്റെ മുമ്പിലോട്ട് നീക്കാൻ വേണ്ടി, കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി അത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒളിച്ചും പാത്തും ഇവർ പോയത് കേട്ടോ, മീഡിയക്കാരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി. ഹോണസ്റ്റ്ലി ഐ റിയലി ഡോണ്ട് എൻജോയ് ബീങ് ഇൻ ദ സ്പോട്ട്ലൈറ്റ്. എനിക്ക് സ്പോട്ട്ലൈറ്റ് സംസാരിക്കുക, അതായത് ഇന്റർവ്യൂലൊന്നും സംസാരിക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് തീരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലായിരുന്നു. ബട്ട് ഐ അഗ്രീഡ് ടു ഡു ഇന്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. ബാക്കിയുള്ളവരുടെ നന്മക്ക് വേണ്ടി, ബാക്കിയുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അഗ്രി ചെയ്തു. എന്നിട്ടോ strangers still approach me on the beach, in airports, in shops and restaurant. അതായത് ഒരാൾ ഫേമസ് ആയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, എവിടെ കണ്ടാലും സെൽഫി ഓട്ടോഗ്രാഫ് ഉണ്ടാവൂലേ? യെസ്, ഓഫ് കോഴ്സ്. അഫാൻ മാത്രമാണ് നിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. താങ്ക് യുടാ. റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അതായത് എന്താ മാം പറഞ്ഞത്? എല്ലാവരുടെ മുഖം വാടി. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്, മാമിനെ അറിയാം. മാം ചോദ്യം ചോദിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്നുണ്ട്. വെരി ഗുഡ്. അതായത് ഈ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു, എന്നിട്ട് പോലും അവള് ആ ഇന്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഈ ഒരു സ്ട്രേഞ്ചേഴ്സ്, പരിചയമില്ലാത്ത ആൾക്കാർ ഇവള് ബീച്ചിൽ പോകുന്ന സമയത്തും എയർപോർട്ടിൽ പോകുന്ന സമയത്തും അതുപോലെ തന്നെ ഷോപ്പിൽ പോകുന്ന സമയത്തും റെസ്റ്റോറന്റിൽ പോകുന്ന സമയത്ത് പോലും ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് വന്നിട്ട് അവളോട് കുറെ ഇൻസ്പിറേഷൻ ചോദിക്കാൻ തുടങ്ങി. ഓട്ടോഗ്രാഫ് ചോദിക്കാൻ തുടങ്ങി. അവർ ഓട്ടോഗ്രാഫ് ചോദിക്കാൻ തുടങ്ങി. They come up and tell me I'm an inspiration. I'm interrupted at dinner by people wanting to be in a photo with me. അവരൊക്കെ പറയാണ് എന്റെ അടുത്ത് വന്നിട്ട്, നിങ്ങൾക്കാരും വല്ലാത്ത ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്, നിങ്ങൾ വല്ലാത്ത ഇൻസ്പയർ ആണ്, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയാണ് ഇവളോട്. എല്ലാ ആൾക്കാരും വന്നിട്ട് പറയാണ്. ബട്ട് എനിക്ക് വല്ലാതെ ഡിസ്റ്റർബ് ആവാണ്. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും, എന്നെ ഡിന്നർ കഴിക്കാൻ പോലും സമ്മതിക്കാതെ ആൾക്കാർ വന്നിട്ട് എന്നോട് ഫോട്ടോ എടുക്കുകയാണ് ഇങ്ങനെ. ഇറ്റ്സ് ടോട്ടലി ബിസർ, ടോട്ടലി സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാരാണ്, ടോട്ടലി പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. Being a top professional surfer would have brought me only a silver of this recognition, and probably only within the tight-knit surfing community. You are something more now than a surfer, friends tell me. അതായത് എന്താണ്, ഒരു പ്രൊഫഷണൽ സർഫർ എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി ഒരു സിൽവർ ആയിട്ടുള്ള ഒരു കൊണ്ടുവന്നു, റെക്കഗ്നീഷൻ കൊണ്ടുവന്നു. പ്രോബബ്ലി ഓൺലി വിത്തിൻ ദ ടൈറ്റ് നീറ്റ്, അതായത് ക്ലോസ് ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു സർഫിംഗ് കമ്മ്യൂണിറ്റി. അവരെന്താ പറഞ്ഞത്? നിങ്ങളൊരു വലിയൊരു സംഭവമാണ്, വെറും സർഫറെക്കാളും നിങ്ങൾ കൂടുതൽ എന്തോ ആണ്, സംതിങ് മോർ, നിങ്ങൾ വലിയൊരു പ്രചോദനമാണ് ആൾക്കാർക്ക് എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് ടെൽ മീ യു ആർ ദി ബിയറർ ഓഫ് ഹോപ്പ് ഫോർ ദോസ് ഹു ഹാവ്
have been handed a bad deal in the card game of life. അതായത് കുറച്ച് ആൾക്കാർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ബെത്താനി താങ്കൾ നമുക്കൊരു പ്രചോദനമാണ്, ഒരു ജീവിതത്തിലെ ബാഡ് ടൈം, ചീത്തയായിട്ടുള്ള സമയങ്ങൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങളുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞു. In some ways it was like learning to surf all over again. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് എനിക്ക് എന്ത് വന്നു, വീണ്ടും ഈ എന്താ സർഫിങ് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങി. I had to learn how to paddle evenly with one arm. എങ്ങനെയാണ് ആ ഒരു കൈ കൊണ്ട് പാഡൽ തന്നെ തുഴയുക, ഒരു കൈ മാത്രം വെച്ച് എങ്ങനെ സർഫിംഗ് ചെയ്യാമെന്ന്, എങ്ങനെ സർഫ് തുഴയാമെന്ന് ഞാൻ ട്രൈ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. And when I felt the wave pick me up, but എനിക്ക് ആ തിരമാലകൾ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. I had to put my hand flat on the center of the deck to get to my feet rather than grabbing the surfboard rail the way you would if you had two hands. അതായത് രണ്ട് ഹാൻഡ് ഉണ്ടാവുന്ന സമയത്ത്, രണ്ട് കൈകൾ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ഒരു സംഭവങ്ങളിൽ ഇങ്ങനെ തുഴഞ്ഞു പോവാൻ നമുക്ക് പറ്റും. ബട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഡെക്ക് എന്ന് പറഞ്ഞ സർഫിംഗ് ബോർഡിന്റെ ആ ഒരു മുകളാണ് കേട്ടോ, അതിൽ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ തുഴയാൻ തുടങ്ങി. എന്നിട്ട് അതിനെ ഗ്രാബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്രാബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അതിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ തുഴയാൻ തുടങ്ങി. മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈസ് ഡിഡ്ന്റ് വർക്ക്. ഞാൻ 2 സമയം വർക്ക് ചെയ്തിട്ടും കപ്പിൾ ഓഫ് ട്രൈസ് ഞാൻ ചെയ്തിട്ടും എന്തായില്ല, ഈ സംഭവം വർക്ക് ആയില്ല, സക്സസ് ആയില്ല. ഐ കുഡന്റ് ഗെറ്റ് അപ്പ്. എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്. ഞാൻ വല്ലാതെ ഡിസ്കറേജ് ആയി. എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ടയേർഡായി, ഞാൻ എന്ന നെഗറ്റീവ് മൈൻഡ് വന്ന് എനിക്ക്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. ഞാൻ ഇത് വല്ലാത്ത ഈസി ആയിട്ടുള്ള സംഭവമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതെനിക്ക് ഒരിക്കലും പറ്റില്ല എന്നൊരു മൈൻഡ് എന്റെ തലയിലോട്ട് വന്നു. എന്നിട്ടോ my dad who was in the water with me kept shouting. but എൻ്റെ അച്ഛൻ എന്നോട് ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. നീ ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛൻ ആ വെള്ളത്തിൽ എന്നോട് ഒന്നിച്ച് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ബെത്താനി, try it one more time, this one will be so I did. അതായത് എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ട്രൈ ബെത്താനി, നീ ചെയ്യൂ പറഞ്ഞോണ്ടേ ഇരുന്നു അഭിനവ്. എന്നിട്ടോ So I did. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ഞാൻ ചെയ്തു. Then it happened. Finally മക്കളെ, അവൾ സർഫിംഗ് ചെയ്തു. അത് finally happened. A wave rolled through. I caught it, put my hand on the deck to push up and I was standing. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ തിരമാലകൾ വന്ന സമയത്ത് എന്റെ സർഫിംഗ് ബോർഡിൽ ഇങ്ങനെ ഒരു കൈ വെച്ചിട്ട് ഞാൻ അതിൽ കയറി. എന്നിട്ടോ അതിനിങ്ങനെ ചെയ്തതിനു ശേഷം, കൈ കൊണ്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്തതിനു ശേഷം ഞാൻ സ്റ്റാൻഡ് ചെയ്തു, ഞാൻ നിന്നു. എന്നിട്ട് എനിക്ക് സർഫ് ചെയ്യാൻ പറ്റി. ഒറ്റ കൈ കൊണ്ട് എനിക്ക് സർഫ് ചെയ്യാൻ പറ്റി. I guess I started getting the technique wired after that. ഞാൻ എന്ത് ഗസ് ചെയ്തു, ഓ മൈ ഗോഡ്, ഞാൻ ഈ ഒരു ടെക്നിക്ക് ഞാൻ മുമ്പേ യൂസ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് മുമ്പേ സെറ്റ് ആവുമായിരുന്നു. അതായത് ആ ഒരു വേവ് എന്നോട് ഉണ്ടായിരുന്നുവെങ്കിൽ, ആ വേവ് കറക്റ്റ് ആയിട്ട് പോയിരുന്നുവെങ്കിൽ എനിക്ക് മുമ്പേ സെറ്റ് ആവുമായിരുന്നു എനിക്ക് തോന്നി. Of course, once I was on my feet, everything was easy. ഒരു പ്രാവശ്യം എന്റെ കാല് കൊണ്ട്, ഈ ഫീറ്റ് കൊണ്ട്, കാൽപാദം കൊണ്ട് എനിക്ക് ആ ഒരു ബോർഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ പിന്നെ ഫുള്ള് സെറ്റ് ആണ്. പിന്നെ ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രാവശ്യം നമുക്ക് ആ ഒരു സർഫിംഗ് ബോർഡിനെ കാല് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ പിന്നെ ഒരു കാര്യം പേടിക്കേണ്ടതായിട്ടില്ല. It's hard for me to describe the joy I felt after I stood up and rode a wave in for the first time after the attack. ഈ ഒരു അറ്റാക്കിന് ശേഷം ഉണ്ടല്ലോ, ആദ്യമായിട്ട് എനിക്കിങ്ങനെ നിന്നുകൊണ്ട് സർഫിംഗ് ചെയ്യാൻ പറ്റിയ ആ ഒരു സമയം ഉണ്ടല്ലോ, പിന്നെ മക്കളെ, ആ ഒരു സമയത്തെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് എത്രത്തോളം സന്തോഷമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന്, എത്രത്തോളം ഹേർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള സന്തോഷമാണ് എനിക്ക് ഉണ്ടായിരുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയാണ്. And I was incredibly thankful and happy inside. ഞാൻ വല്ലാതെ നന്ദിയുള്ളവളായി. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എന്റെ ഉള്ളിൽ അത്രത്തോളം സന്തോഷം വന്നു. The tiny bit of doubt that would sometimes tell me you will never surf again was gone in one wave. എന്താ പറഞ്ഞത്? എന്നോട് തന്നെ ഞാൻ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെത്താനി നിന്നെ കൊണ്ട് പറ്റൂല, നിന്നെ കൊണ്ട് ഈ സർഫിംഗ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ വെറും ഒരു തിരമാലയിൽ അലിച്ചുപോയി.
ഒലിച്ചുപോയി വെറും ഒരു തിരമാലയിൽ ഒലിച്ചുപോയി. എന്താ അത്രത്തോളം അവള് ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ് ആവാതിരിക്കോ? നിങ്ങൾക്കൊരു എയിം ഉണ്ടെങ്കിൽ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കൊരു എയിം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു മക്കളെ നിങ്ങൾ സക്സസ് ആവുന്ന കാര്യത്തിൽ പക്ക ഉറപ്പാണ്. നിങ്ങൾ സക്സസ് ആവുന്ന കാര്യത്തിൽ പക്ക ഉറപ്പാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടാ. എനിക്ക് ആയമുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ, അതെന്നെ തേടിക്കൊണ്ട് വരും എന്ന് പറഞ്ഞു നിന്നാ മതിയാവോ? ഒരിക്കലും ശരിയാവൂല. നിങ്ങൾ എന്താ ചെയ്യണത്? ഹാർഡ് വർക്ക് ചെയ്യണം. യെസ്, ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്താ എയിം? എന്താ നിങ്ങളുടെ? എന്താണ് അഫാന്റെ എയിം? ഫൈറ്ററും ഡാൻസറും. ഡാൻസർ ആണോ? ഡാൻസറും ആണ് ഫൈറ്ററും ആണ്. ഫൈറ്റർ ആൻഡ് ഡാൻസർ, വെരി ഗുഡ്, നല്ലതാ. അതുപോലെ തന്നെ അടുത്ത ആളെന്ന് പറഞ്ഞേ. അഫാന്റെ എന്താ? എന്താണോ? ഓക്കെ. അനന്തന്റെ എന്താ? അതെന്താ അങ്ങനെ? എന്താടാ? സെമി കണ്ടക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ ആക്ടർ അല്ലെങ്കിൽ അനന്തുവോ? അനന്തിന്റെ എയിം എന്താ? എയിം എന്താടാ? ആഹാ, നല്ലേമാ. നമ്മുടെ നല്ലതാ, അത്യാവശ്യമായിട്ടുള്ളതാ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോ. ധനുഷിന്റെ എന്താ? ആസ്ട്രോനോട്ട്. എന്റെ പൊന്നോ, സെറ്റ്. ആണോ? നല്ലതാ. നാജിലിന് എന്താടാ? ഫുട്ബോളർ, സെറ്റാ, നല്ലേമാ. ആൻഡ് അഭിനവ്? ആർമി ഓഫീസർ, സെറ്റാ. അമീനോ? അമീൻ? ഇത്രയൊക്കെ പറഞ്ഞു. ഡാൻസർ, ഫൈറ്റർ, ആർമി ഓഫീസർ, വെറിറ്ററേറിയന്, അതുപോലെ തന്നെ എന്താ നമ്മുടെ ആസ്ട്രോണമർ, അതുപോലെ തന്നെ ഫുട്ബോളർ. നമ്മുടെ അഫാൻ എന്താ പറഞ്ഞടാ? ആക്ടർ. യെസ്, അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങള്. ഇതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇവള് കളരി പഠിക്കുന്നുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്, സെറ്റാ, വെൽ ഡൺ. നല്ലതാ. ഹാർഡ് വർക്ക് ചെയ്യണോട്ടാ. ഞാൻ വലുതായിട്ടൊരു ആർമി ഓഫീസർ ആയിട്ടാണെങ്കിൽ ആർമി മെഡിക്കലൊക്കെ ആയിട്ട് ആവാണെങ്കിൽ വലിയതാവണ്ടേ. അതുകൊണ്ട് എനിക്ക് ഈ ഫൈറ്റർ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് പഠിച്ചിട്ടാവാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാ. ഡാൻസിൽ നല്ലതാ. പണ്ട് 1 വയസ്സാകുമ്പോ മുതലേ പാട്ട്, ടിവിയിലെ പാട്ട് കേട്ടാല് ഡാൻസ് കളിക്കാൻ തുടങ്ങും. അങ്ങനെയുണ്ട്. പടി പഠിക്കുന്നുണ്ട് ഇപ്പൊ. ഹാർഡ് വർക്ക് ചെയ്യണോട്ടാ. ഹാർഡ് വർക്ക് ചെയ്താൽ അതിന്റെ പൊന്നു മക്കളെ നിങ്ങൾ ഏറ്റവും പ്രൊഫഷണലിലേക്ക് എത്തും. അതില് സെറ്റല്ലേ? ഇന്ന് മുതൽ തുടങ്ങിക്കോ. എല്ലാ ദിവസവും മുതലും പഠിക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ വലിയ നിലയിലെത്തിയപ്പോ പറയണോട്ടാ, എനിക്കൊരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു, എന്നോട് ഇംഗ്ലീഷ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ പറയണോട്ടാ. പിന്നെ മറക്കരുത്. ഓക്കെടാ. അതായത് എന്താ പറഞ്ഞത്, ഒരിക്കല് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരിക്കലും സർഫ് ചെയ്യാൻ പറ്റൂല എന്ന്. ബട്ട് ഇതൊക്കെ ഒരു വേവ്യത് പോയി. ഈവൻ ദോ ഐ വാസ് ഓൾവേസ് എന്റെ എയിം എന്ന് പറഞ്ഞാല് എനിക്ക് IAS ആണെന്നാണ് എന്റെ പണ്ട് മുതലേയുള്ള ഒരു ആഗ്രഹം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ലൈഫ് എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യം UPSC എഴുതും. IAS ആയില്ലെങ്കിലും ഞാൻ ഈ ഒരു പൊസിഷനിൽ ഞാൻ കംഫർട്ടാണ്. എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു പൊസിഷൻ. കുട്ടികളായിട്ട് നല്ല ഇങ്ങനെ എൻജോയ് ചെയ്യാം, അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ബട്ട് IASന് ആ ഒരു UPSC എക്സാം ഉണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും എഴുതുകയേ ചെയ്യും. അതൊരു ഒരു പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്യും. അതിനൊരു വാശിയാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടോ. അതേപോലെ തന്നെ ഞാൻ വെറുതെ എന്നിട്ട് UPSC എഴുതണം ഇങ്ങനെ ചിന്തിക്കുക മാത്രല്ല കേട്ടോ. എന്റെ യൂട്യൂബിലെ ഹിസ്റ്ററി നോക്കിയാൽ കാണാം, ഫുൾ UPSCയുടെ എന്താ ഇന്റർവ്യൂസും അങ്ങനെ. യൂട്യൂബ് ചാനലടാ, ആർക്കൊക്കെയോ ചാനൽ ഉണ്ടല്ലോ, എനിക്കില്ലേലും.
അവരുടെ ചാനൽ അതായത് UPSC-യുടെ ഇങ്ങനെ എന്താ പറയാ അവരുടെ ഇന്റർവ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് മുഴുവനായിട്ട്. അങ്ങനെ കാണാറുണ്ട്. അതാ പഠിച്ച് നല്ല കിട്ടണ മിസ് നമ്മളെ കൂടെ ഇല്ല മിസ്സിനോടെ സെറ്റ്. ഓക്കെടാ. അപ്പൊ മാം എന്താ പറഞ്ഞത്? Even though I was on wet, I felt tears of happiness trickling down my face. ഞാൻ ആ നനഞ്ഞു നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ സന്തോഷം കാരണം എന്റെ കണ്ണിൽ നിന്നും എന്ത് വന്നു? ടീയേഴ്സ് വന്നു. ട്രിക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറ്റിറ്റ് വീണു. എന്റെ കണ്ണിൽ നിന്നും എന്റെ ഫേസിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് ഇങ്ങനെ ഇറ്റിറ്റ് വീണു. സംഭവം ഇതെന്താണ്? In 2010, Bethany's story was made into a Hollywood film. Soul Surfer. 2010 നീ ജനിച്ചേ? അപ്പൊ 2010 എന്ത് സംഭവിച്ചു? ഒരു സിനിമയാക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സോൾ സർഫർ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി അഡാപ്റ്റ് ചെയ്തൊരു അഡാപ്റ്റ് ചെയ്യപ്പെട്ട പോർഷനാണ്. ഇത് കണ്ടു നോക്കിയേ. നമ്മുടെ ഇവിടെ ഇങ്ങനെ പോവാണ്. ഇത് കാണിച്ചിട്ടുണ്ടോ ഞാന്? ഇല്ല. പോവാണേ. ബെത്താനിയും ബെത്താനിയുടെ ഫ്രണ്ട്സും ഇങ്ങനെ 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 സർഫ് ചെയ്യാണ്. എന്നിട്ടോ ബെത്താനി ഇങ്ങനെ ഒരു ദിവസം സർഫ് ചെയ്യുന്ന സമയത്ത് കടിക്കി 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 ഒറ്റത്തോളം തുള്ളിവേപ്പോ പിടിച്ച്. എന്നിട്ട് അകത്ത് കൊള കടിച്ചടിങ്ങനെ പോയി. കണ്ട അവള് പടുക്കുന്ന കണ്ട അകത്ത് ഇങ്ങനെ പെടപെട കിടക്കുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുപോയി ഷാർക്ക്. എന്നിട്ടോ അയ്യടാ നമ്മുടെ ബെത്താനി ഫുൾ ഡെഡ് ആയ പോലെ പോയി. അവളെ കൈ പോയി കയ്യിൽ നിന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ തെറിച്ച് പോകുന്ന കാണുന്നുണ്ടാ. എന്നിട്ട് അവളുടെ ബ്രദറും ഫ്രണ്ടിന്റെ ബ്രദറും ഇതൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി. ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ മീഡിയാസ് ഒക്കെ വന്നു, ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു. ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടാ. എന്നിട്ടോ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തു. കൈ നോട്ട് ചെയ്തു അവളുടെ കയ്യില. എന്നിട്ട് അവള് വീണ്ടും സർഫിങ്ങിന് ഇറങ്ങി മക്കളെ. നമ്മുടെ KGF-ലെ മ്യൂസിക് ഇട്. നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? Surfing. The activity. While at the hospital, Bethany tries to console herself and regain her self-confidence. അയ്യോടാ സമയം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതണം. മാമിന് സെൻഡ് ചെയ്യണം. സ്ക്രീൻഷോട്ട് എടുത്തേ. She decides to dream differently. She jots down her feelings and thoughts in her diary. Help her complete the diary. അതായത് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് അവളെ തന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾക്ക് സെൽഫ് കോൺഫിഡൻസ് അവൾ എടുത്തു. എന്നിട്ട് അവൾ വിചാരിക്കാണ് ഒരു ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ സ്വപ്നം കാണാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് അവളുടെ ഫീലിങ്സും അവളുടെ ചിന്തകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവളുടെ ഡയറി എഴുതാണ്. എങ്ങനെയാണ് ഡയറി? സ്ക്രീൻഷോട്ട് എടുത്തല്ലേ എന്റെ പൊന്നു മക്കളെ? ഇതാണ് ഡയറി. ഡേറ്റ് ഇതും കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്ക് കേട്ടോ. മാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ഒക്ടോബർ 15 ഒക്ടോബർ 15 എന്താടാ? Okay. Yes. Today as I lie here in the hospital bed, ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് I can't help but think of everything. But എനിക്ക് ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്. എന്റെ ഈ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. മൈ ലൈഫ് ഫീൽസ് സോ ഡിഫറെന്റ്. എന്റെ ലൈഫ് തന്നെ ഫുൾ ഡിഫറെന്റ് ആയി മാറി. ക്വയറ്റ് സ്ലോ ആൻഡ് സംടൈംസ് ഫീൽഡ് വിത്ത് ഡൗട്ട്. എന്താ ഫുള്ള് ക്വയറ്റ് ആയിട്ട് മാറി. ഒരു സംസാരം ഒന്നുമില്ല, സൈലന്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ സ്ലോ ആയി മാറി ഞാൻ. അതുപോലെ തന്നെ എന്റെ ഫുള്ള് ഡൗട്ടായി മാറി. എന്റെ ഫ്യൂച്ചർ എന്തായി മാറും എന്നൊരു സംശയമായി ഞാൻ. എന്നിട്ടോ ബട്ട് ഡീപ് ഇൻസൈഡ്, എന്നാലും എന്റെ ഉള്ളാഴങ്ങളിൽ ഐ നോ ഐ കാൺട്ട് ലെറ്റ് this setback define me. എനിക്ക് ഉറപ്പാണ് ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ പുറകോട്ട് പോവില്ല എന്നെനിക്ക് ഉറപ്പാണ്. I have to believe that this is just a new beginning. ഇതെന്റെ അവസാനമല്ല, മറിച്ച് ഇതെന്റെ ഒരു പുതിയൊരു തുടക്കമാണെന്ന് ഞാൻ മനസ്സിലാക്കി. Not an end. ഇതെനിക്കൊരു അവസാനമല്ല. At first I felt broken and scared. ആദ്യം ഞാൻ എന്തായിട്ടുണ്ട്? ഞാൻ broken ആയി മാറി, പേടിച്ചു പോയി. wondering if I had ever be the same again. ഞാൻ വീണ്ടും അങ്ങനെ തന്നെ ആയി പോയാലോ എന്ന് പറഞ്ഞ് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. But now ഇപ്പോൾ I realize that strength isn't about what I have lost. It's about what I choose to do next. അതായത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി എന്താണ് ഞാൻ മനസ്സിലാക്കിയത്? ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന കാര്യം ചിന്തിക്കുന്നതിലല്ല, മറിച്ച് എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നതിലാണ്.
നിങ്ങൾ എന്താ നിങ്ങൾ ഞാൻ 8ാം ക്ലാസ്സിൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ 9ാം ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിലല്ല സ്ട്രെങ്ത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് സ്ട്രെങ്ത്. മനസ്സിലായല്ലോ? യെസ്. I may not be able to do everything the way I once did. എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പണ്ട് ചെയ്തിരുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. But I can still dream. But എനിക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് സ്വപ്നം കാണാൻ എന്നെ കൊണ്ട് പറ്റും. Only this time differently. ഇപ്പോ ഈ സമയത്ത് എനിക്ക് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റിയേക്കാം. I want to rediscover myself, find new passion and live with even more courage. സ്ക്രീൻഷോട്ട് എടുക്കണേ. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ പറ്റും. എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ടോ പുതിയൊരു പാഷൻ, പുതിയൊരു എയിം എനിക്ക് കണ്ടെത്താൻ പറ്റും. എനിക്ക് കൂടുതൽ കറേജോട് കൂടി എനിക്ക് ജീവിക്കാൻ പറ്റും. Every scar and struggle will remind me of how far I have come. എല്ലാ ഞാൻ സഹിച്ച എല്ലാ സ്ട്രഗിളും എല്ലാ വേദനകളും എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? എല്ലാ പേടിയും എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഞാൻ ഇത്രത്തോളം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി, ഇനി എന്തുകൊണ്ട് പറ്റിക്കൂടാ എന്നാണ്. Tomorrow, നാളെ I will start small, maybe reach, sketch or plan something new for my future. എന്റെ ഫ്യൂച്ചറിന് വേണ്ടി ഞാൻ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്, പുതിയ കാര്യങ്ങൾ ഞാൻ സ്കെച്ച് ചെയ്യാണ്, പുതിയ കാര്യങ്ങൾ ഞാൻ റൈറ്റ് ചെയ്തേക്കാം. I will prove to myself that hope always finds a way to shine through pain. അതായത് ഞാൻ പ്രൂവ് ചെയ്യും. എന്താണ് പ്രൂവ് ചെയ്യാ? ഹോപ്പ്, വിശ്വാസം, ഒരു പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയാണ് എല്ലായ്പ്പോഴും ആ പ്രതീക്ഷ ഷൈൻ ചെയ്യുന്നത്, തിളങ്ങുന്നത് എപ്പോഴാണ്? പെയിനിലെ കൂടി പോകുമ്പോഴാണ്, വേദനകളിലൂടെ പോകുമ്പോഴാണ് എല്ലായ്പ്പോഴും പ്രതീക്ഷകൾ ഷൈൻ ചെയ്യാം. അയ്യോ എനിക്കിപ്പോ എന്ത് വേദനയാന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരു പെയിനിലെ കൂടിയാണ് എല്ലാം സക്സസ് ഉണ്ടാവുക. Any doubt do you have, മക്കളെ? Do you have any doubt, guys? No doubt? No doubt? No doubt, ma'am. എന്താണ്? ഒരു ഡൗട്ടും ഇല്ല. അതിങ്ങനെ പഠിച്ചാ ശരിയാവും. ഒരു ഡൗട്ടും ഇല്ല. 9th ക്ലാസ്സിലെ മക്കൾക്ക് 1.5 പഠിത്തം തന്നെയാ. മക്കളെ എന്നാലുണ്ടല്ലോ നിങ്ങൾ എക്സാം എഴുതിക്കോളൂ. And please activate the exam. നോക്കിയേ, എക്സാം ആക്ടിവേറ്റ് ആവാൻ നോക്കിയേ. ആക്ടിവിറ്റി വന്നിട്ടില്ല. Exam is not come. Not activated. Not came. Not come അല്ല ട്ടോ. Not came. Okay, not came. Sorry. So എങ്ങനെയാ പഠിക്കാം? ഒരു ഡൗട്ടും ഇല്ല. No doubt. All completed. 5ാമത്തെ പാരഗ്രാഫില് ഒരു നല്ല പയ്യ നോക്കിയോ. ടെക്സ്റ്റ് ബുക്കിലാണോ? 5ാമത്തെ. ടെക്സ്റ്റ് ബുക്കിലാണോ? നോട്ട് ദാറ്റ് വൺ. 5ാമത്തെ. മാം PDF നോക്കട്ടെ ട്ടാ. എക്സാം കാണാല്ല. അയ്യോ ഇതിലില്ല. കാണിച്ചേ. എക്സാം വന്നില്ല. Exam not And the activated. exam is not came. Please refresh that. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചാൽ മതി കേട്ടോ. Yeah. ഇംഗ്ലീഷ്. So we can learn English so much. Yeah, we can learn English. What? What you told? എക്സാം വന്നില്ല. Exam not came. Hey, talk in English, man. Why are you speaking fellow Malayalam? Yes. Talk in English. Exam activated. Speak in English, man. What Afan told? Afan, what you told? Taking funny. Yeah. Oh, take it funny. Yes. Yes. Please refresh your exam. Please refresh. No, ma'am, it didn't came. Ma'am, why? Come on, sir. You just refresh. it. What, Abhinav? What you told, Abhinav? I can't hear you. റിഫ്രഷ് ചെയ്ത് വന്നില്ല. Hey, English. English. Speak in English. That's the English. Only English class talk to English. ബാക്കി എല്ലാത്തിനും മലയാളത്തിൽ പറഞ്ഞോ. ഇംഗ്ലീഷിൽ മാത്രം പറഞ്ഞാൽ മതി. Speak in English. Da.
please write English എന്ന് പറയുന്നത്. Please write exam. Thank you. Bye bye.